ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. ലാലേട്ടനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത എമ്പുരാൻ എന്ന സിനിമയുടെ കാത്തിരുന്ന 3 ദിവസത്തെ ആദ്യ 3 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ, കൂടാതെ ഗൾഫ് രാജ്യത്തെ കളക്ഷൻ തുടങ്ങിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. വലിയ വിവാദങ്ങളിലൂടെയാണല്ലോ എമ്പുരാൻ എന്ന സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ടും സിനിമയ്ക്ക് കേരളത്തിൽ വൻ കളക്ഷൻ പ്രതിദിനം വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആദ്യ ദിവസം തന്നെ 14 കോടി 7 ലക്ഷം കേരളത്തിൽ ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഒരു റെക്കോർഡ് കേരള കളക്ഷൻ തന്നെയാണല്ലോ തുടങ്ങി വെച്ചത്. രണ്ടാം ദിവസം വെള്ളിയാഴ്ച കേരളത്തിൽ 8 കോടി 45 ലക്ഷം ഗ്രോസ് കളക്ഷൻ നേടിയെടുത്ത സിനിമ ഇന്നലെ മൂന്നാം ദിവസം ശനിയാഴ്ച മാത്രം 9 കോടി 2 ലക്ഷം ഗ്രോസ് കളക്ഷനാണ് നേടിയെടുത്തിരിക്കുന്നത്. അങ്ങനെ വെറും 3 ദിവസങ്ങൾ കൊണ്ട് ഇന്നലെ പ്രതീക്ഷിച്ചതുപോലെ 30 കോടി കടന്ന് 31 കോടി 54 ലക്ഷത്തിലേക്ക് സിനിമയുടെ കേരള ഗ്രോസ് മാത്രം എത്തപ്പെട്ടിരിക്കുകയാണ്. മലയാള സിനിമയിലെ അതിവേഗ കേരള ബോക്സ് ഓഫീസിലെ 30 കോടി കളക്ഷൻ കിടക്കുന്ന സിനിമയായിട്ട് എമ്പുരാൻ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. സിനിമയുടെ കേരള ഷെയർ, അതായത് നിർമ്മാതാവിന് തിയേറ്ററുകളിൽ നിന്ന് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭ്യമാകുന്ന തുക 15 കോടിയിലേക്ക് അടുക്കുന്നു. വളരെ മികച്ച കേരള ഷെയറും നേടിയെടുത്ത സിനിമ മുന്നേറുകയാണ്. ഇന്ന് സിനിമയ്ക്ക് 10 കോടിയിലധികം കേരള ഗ്രോസ് ഉറപ്പുണ്ട് എന്നാണ് നിലവിലെ ട്രാക്കസ് പുറത്തുവിടുന്ന റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഇന്നത്തോടെ സിനിമ നിസ്സാരമായിട്ട് 40 കോടി കേരള ഗ്രോസും കടക്കുകയാണ്. കേരള ബോക്സ് ഓഫീസിലെ അതിവേഗ 50 കോടി കളക്ഷനും സിനിമ നേടിയെടുക്കുമെന്നാണ് നിലവിലെ ട്രെൻഡ് നോക്കുമ്പോൾ നാം മനസ്സിലാക്കുന്നത്. അടുത്ത ദിവസങ്ങളിൽ തന്നെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ 50 കോടിയിലേക്ക് എത്തപ്പെടുന്നതാണ്. ഇനി കേരളം പോലെ മറ്റൊരു മേഖലയിലെ സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഗൾഫ് മേഖലകളിലെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ വന്നിരിക്കുകയാണ്. ഒരുപാട് മലയാളികളുള്ള ഗൾഫ് നാടുകളിൽ സിനിമ ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ ആദ്യ 3 ദിവസത്തെ ഗ്രോസ് 31 കോടി രൂപയ്ക്ക് മുകളിലാണെങ്കിൽ ഗൾഫിൽ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് 40 കോടി കടന്നിരിക്കുകയാണ് എമ്പുരാൻ. $3.90 മില്യൺ ആണ് ഗൾഫിൽ വെറും 3 ദിവസങ്ങൾ കൊണ്ട് എമ്പുരാൻ നേടിയെടുത്തിരിക്കുന്നത്. അതിൽ $1 മില്യൺ മുകളിലെ കളക്ഷനും ഇന്നലെ ശനിയാഴ്ച സിനിമ നേടിയെടുത്തതാണ്. അടുത്ത ദിവസങ്ങളിലും അവിടെ വമ്പൻ കളക്ഷൻ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. കാത്തിരിക്കും അടുത്ത എമ്പുരാന്റെ കൂടുതൽ കളക്ഷനായിട്ട്.